കർഷകരെ നെഞ്ചോട് ചേർത്ത് മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ്. രാജ്യത്തെ കാർഷിക മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ നട്ടെല്ലാണ് കർഷകരെന്ന് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ്. കാർഷിക മേഖലയിലെ സമഗ്ര വികസനത്തിനായി 1.52 ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത്. This year I have made a provision of 1.52 lakh crore rupees for agriculture and allied sectors. ജൻ സമർത്ഥ് അടിസ്ഥാനമാക്കിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് 5 സംസ്ഥാനങ്ങളിൽ കൂടി നൽകും. കർഷകർക്കുള്ള ധനസഹായം 6000 രൂപയെ തുടരും. കാർഷിക മേഖലയുടെ വളർച്ച ലക്ഷ്യം വെച്ചുള്ള ഗവേഷണങ്ങൾ വികസിപ്പിക്കാനും പദ്ധതികളുണ്ട്. കർഷകരുടെ ആവശ്യമായ 50% ലാഭം ഉറപ്പിക്കാൻ താങ്ങുവില ഉയർത്തി. 10,000 ജൈവ കാർഷിക കേന്ദ്രങ്ങൾ രാജ്യത്ത് സ്ഥാപിക്കും. 1 കോടി കർഷകരെ ജൈവ കൃഷിയിലേക്ക് ആകർഷിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. പരിപ്പ്, എണ്ണക്കുരു എന്നിവയുടെ ഉത്പാദനം, സംഭരണം, വിപണനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താനും പദ്ധതികളുണ്ട്. Digital crop survey for Kharif using the DPI will be taken up in 400 districts. The details of 6 crore farmers and their lands will be brought into the farmer and land registries. 3 വർഷത്തിനകം 400 ജില്ലകളിൽ ഡിജിറ്റൽ വില സർവേ നടത്തും. 6 കോടി കർഷകരുടെയും ഭൂമിയുടെയും വിവരങ്ങൾ ശേഖരിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ജനം.